സ്കാല ജെനോന എന്ന ബീച്ച്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മളിവിടുത്തെ മണൽ ഞാൻ കാണിച്ചു തരാം. മണലെന്ന് പറയാൻ പാടില്ല, ഒരു തരി പോലെ കിടക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ളൊരു മണലാണ്. മണലല്ല, നമ്മളെ തരി എന്ന് വെച്ചാൽ കല്ല് പോലെ ആണല്ലേ ഇങ്ങനത്തെ കല്ലാണ് വരുന്നത് കൂടുതൽ. ഇതുണ്ടോ? അപ്പം അങ്ങനെയുള്ളത് മണലല്ല ഇവിടുത്തെ ബീച്ചിന്. അത് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അലയും കുറവാണ്, കടലിൻ്റെ അലയും കുറവാണ്. ഇതാ കണ്ടല്ലേ, വേണ്ടോ? വേണ്ടോ? നല്ല തെളിച്ച് ഏകദേശം അറ്റം വരെ കാണാമല്ലോ. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻ്റെ പ്രത്യേകത പറയുന്നത്. അപ്പം ഓരോരോ ബീച്ചിനും ഓരോരോ പ്രത്യേകതയുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ നേരത്തെ കണ്ട ബീച്ചിൻ്റെ ആ കളറ്, നേരത്തെ ബീച്ചിൻ്റെ പ്രത്യേകത. ഇവിടെ കണ്ടില്ലേ മണലും ഇങ്ങനെയോട് തെളിഞ്ഞ ഒരു വെള്ളവും മണലിൻ്റെ ഒരു പ്രത്യേകതയൊക്കെയുള്ളതാണ് സ്കാല ജെനോന എന്ന ബീച്ച്. ഇപ്പം നമ്മൾ ഓരോ ബീച്ചിൻ്റെ പേരൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. കുറേ പ്രാവശ്യം നമ്മൾ ഈ കേൾക്കുമ്പോഴത്തേക്കും ഓരോ ബീച്ചിൻ്റെ പേര് നമുക്ക് ഓർമ്മ വരും. നേരത്തെ ഫസ്റ്റ് ഞാനൊന്നും ചെയ്യത്തില്ലായിരുന്നു. എല്ലാം നമ്മളെ ക്യാമറാമാൻ സാമായിരുന്നു ഷെഡ്യൂളൊക്കെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു പേരും എനിക്ക് ഓർമ്മ വരത്തില്ലായിരുന്നു. ഇപ്പം എല്ലാ പേരും നല്ല ഓർമ്മയുണ്ട്. ഓരോരോ പേരും ഞാൻ തന്നെ ഫ്രണ്ട് ഇരുന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ ആ പേരുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലായായിരുന്നു. അപ്പോൾ ഇതാണ് സ്കാല ജെനോന ബീച്ച്. അപ്പോൾ നമുക്ക് ഒരു അബദ്ധം പറ്റി. നേരത്തെ നമ്മൾ നേരത്തെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്തെ ചെയ്തത്. ഒരു 3 hour ട്രക്കിംഗ് ഒക്കെ നടത്തി ആ ഒരു ബീച്ചിൽ പോയത്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ബോട്ട് കിട്ടും. നമ്മൾ ആ ബോട്ട് എടുത്ത് നമ്മളിപ്പം മുമ്പേ കണ്ട വീഡിയോയിൽ ആ ബീച്ചും കവർ ചെയ്ത് വേറെ 2 ബീച്ച് കൂടി കവർ ചെയ്തിട്ട് നമുക്കിവിടെ കൊണ്ടുവിടാം. അതായത് രാവിലെ 11 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം കൊണ്ട് ഇവിടെ വിടും. അപ്പം അതായിരുന്നു അവരുടെ ഒരു എന്താ പറയുക ഷെഡ്യൂൾ, അതായത് ഒരു പ്ലാന്. അപ്പോൾ അങ്ങനെ ബീച്ച് കവർ ചെയ്ത് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്നൊരു 4-5 ബീച്ച് കവർ ചെയ്യുമായിരുന്നു. അപ്പം നമ്മളിപ്പം ജസ്റ്റ് ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടൈം വന്നിട്ട് ഏകദേശം 5:30 ആയി. ഞാൻ അതുകൊണ്ട് തമിഴ് പിള്ളേരുണ്ട്, അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും തമിഴ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. 5:30 ആയി. അപ്പം നമ്മൾ നേരത്തെ രാവിലെ ഇവിടെ വന്നിരുന്നെങ്കിൽ ആ ബീച്ച് ഏകദേശം 4 ബീച്ചും കവർ ചെയ്ത് ഒരു കേവ് ഉണ്ട്, അവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഉണ്ട്, എൻട്രി എടുത്ത് കേവും കണ്ടിട്ട് ഇവിടെ വരാമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. നാളത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലം അല്ലെന്നാണ് പറയുന്നത്. കാര്യം നമുക്ക് കാലാവസ്ഥ നോക്കിയാൽ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞത് നാളത്തെ കാലാവസ്ഥ അനുസരിച്ച് അവർ ബോട്ട് ഇറക്കത്തുള്ളൂ. അപ്പം നാളെ നമ്മൾ രാവിലെ വിളിച്ചു വാങ്ങിക്കാൻ വേണ്ടി നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നാളത്തെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇതാണ് ഷെഡ്യൂളിന് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് നാളത്തെ നോക്കാം. അപ്പം ഇതാണ് സ്കാല ജെനോന എന്ന ബീച്ച്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, സ്കാല ജെനോന ബീച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. നേരത്തെ ബീച്ചിൽ കുളിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ എന്ത് ചെയ്യാം, അവിടുത്തെ ബീച്ചിന് കുളിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ബീച്ചിൽ കുറച്ച് ഇത്തിരി എന്താ പറയുക, വെള്ളം ഇച്ചിരി തണുത്താണ് ഇരിക്കുന്നത്. എന്നാലും നമ്മളിവിടെ കുളിക്കാനുള്ള പ്ലാനിങ് ആണ്. ഞാൻ കുളിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ
ഹായ്, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് മുമ്പേ കണ്ട ആ ഒരു കാട്ടിൻ്റെ അകത്തൂടിയൊക്കെ കയറിയാണ് ഞങ്ങൾ ഈ എന്താ പറയുക ഹോട്ടലിലെത്തിയത്. അപ്പോൾ എൻട്രൻസാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. നമുക്ക് നേരെ ഹോട്ടലിൻ്റെ റൂം നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു ഫെസിലിറ്റീസൊക്കെ ഉണ്ട് റൂമിന്. ഇതും നമ്മൾ booking.in ബുക്ക് ചെയ്തത്. ഈ റൂമും നമുക്ക് റൂം നമ്പർ 2 ആണ് കിട്ടിയത്. ഇത് യൂസ് ചെയ്യാതെ കിടന്ന് കേട്ടാ, പുതിയതിൻ്റെ ആണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഈ റൂം ഇവിടെയാണ് തങ്ങുന്നത്. അപ്പോൾ ഇവിടെ തങ്ങിയിട്ട് നാളെ നമുക്ക് രാവിലെ അടുത്ത ഒരു ബീച്ച് നമ്മൾ നോക്കണം. നാളത്തെ ഷെഡ്യൂളിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നാളെ എവിടെയാണ് പോകണമെന്നും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. രാത്രി ചെക്ക് ചെയ്തിട്ട് നമ്മൾ നാളെ രാവിലെ തിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ നമ്മളെടുത്ത ഹോട്ടലും സെയിം നമ്മൾ booking.com വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. booking.com വഴി കുറച്ച് എന്താ പറയുക ചീപ്പായിട്ട് കിട്ടും. അതുകൊണ്ടാണ് booking.com വഴി തന്നെ എടുത്തത്. പിന്നെ വേറൊരു കേസുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ചുമ്മാ ജസ്റ്റ് കോൾ ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏകദേശം 9 o'clock ഇവിടെ എത്തിയത്. അപ്പോൾ 9 o'clock എത്തിയപ്പോഴത്തേക്കും ഇവിടെ ആരുമില്ല. ഇതിപ്പം സീസൺ കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരുമില്ല സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ. ഏകദേശം ഈ കാണുന്ന റൂം ഇതാ കാണുന്ന ഇത്രയും റൂമുകളേ ഉള്ളൂ ഇവിടെ. അപ്പം ആരുമില്ലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ഞങ്ങളിവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ മെയിൻ ഡോറ് ഇത് ഓപ്പൺ ചെയ്ത് കയറാൻ പറഞ്ഞു. കയറി ഞങ്ങൾ ഏത് റൂമാണെന്ന് നോക്കിയപ്പോൾ എല്ലാ റൂംസും ഓപ്പണിങ്ങാണ് കിടക്കുന്നത്. നിങ്ങൾ ഏത് റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാമത്തെ റൂം നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ റൂം തന്നെ അറേഞ്ച് ചെയ്തു. നമ്മൾ ഓൾറെഡി 2 റൂമാണ് ബുക്ക് ചെയ്തത്. ഒറ്റ റൂമായിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പം നാളെ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും കാണാം. ഇല്ല, നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അതുപോലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ അടുത്തിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. നിങ്ങൾക്ക് അപ്പം തന്നെ കാണുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ നാളെ കാണാം. ബൈ.